നമസ്കാരം. ഈ സമീപ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും രൂക്ഷമായ ഒരു യുദ്ധമാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഹൂത്തികളും തമ്മിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഹൂത്തികളും ഇസ്രായേലും തമ്മിൽ നടക്കുന്നത്. ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും എരിപൊരി കൊള്ളിക്കും വിധത്തിലുള്ള ശക്തമായ ആക്രമണം ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ന് പുറത്തു വന്ന ചില വാർത്തകളുണ്ട്. യമനിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് 30 ആളെങ്കിലും മരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വലിയ അറ്റാക്ക് അമേരിക്ക യമനിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവർ ഒരു വലിയ വ്യോമാക്രമണത്തിന്, യമനിൽ വ്യോമാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അമേരിക്കക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മിസൈൽ അറ്റാക്ക് ഇസ്രായേൽ ഹൂത്തികൾക്കെതിരെ നടത്തിയിരുന്നു. എന്നാൽ അത് പോരാ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഗസയിൽ നടത്തിയതുപോലുള്ള ഒരു വലിയ കൂട്ടക്കുരുതി ഇസ്രായേൽ യമനിൽ ലക്ഷ്യമിടുന്നു എന്ന ഒരു വാർത്തയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇത്തരമൊരു അവസ്ഥയിലേക്ക് അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും ഒക്കെ എത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഹൂത്തികൾക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ അത് എവിടെയും എത്തിയിട്ടില്ല എന്ന ഒരു തിരിച്ചറിവിന്റെ ഭാഗമായാണ്. ഹൂത്തികളെ ആക്രമിക്കും തോറും അവരുടെ വീര്യം വർദ്ധിച്ചു വരികയാണ്. പ്രതിരോധിക്കാനുള്ള വീര്യം, പ്രത്യാക്രമണം നടത്താനുള്ള അവരുടെ ആ പോരാട്ട വീര്യം അതിങ്ങനെ വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയും ഇസ്രായേലും സർവ്വസന്നാഹങ്ങളും ഒരുക്കി ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ ഒട്ടും ഭയം കൂടാതെ ഇവിടെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഹൂത്തികൾ തിരിച്ചടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ നെബാറ്റിം എയർബേസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൂത്തികൾ ശക്തമായ ആക്രമണം നടത്തി. ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഇസ്രായേലിനകത്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ വാർഷിപ്പുകൾക്ക് നേരെയും ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിലെല്ലാം അമേരിക്കക്കാണെങ്കിലും ഇസ്രായേലിനാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ വ്യോമാക്രമണവും ഇസ്രായേൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് വലിയ വ്യോമാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. ബൈറൂട്ടിൽ നിന്നും ആളുകൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ തിരിച്ചടികൾ തന്നെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് യമനിലെ ഹൂത്തികൾക്ക് നേരെയാണെങ്കിലും ഗസയിലെ സാധാരണക്കാർക്ക് നേരെയാണെങ്കിലും അല്ലെങ്കിൽ യമനിലെ സാധാരണക്കാർക്ക് നേരെയാണെങ്കിലും ഒക്കെ വലിയ ആക്രമണങ്ങൾ ഇവർ അഴിച്ചുവിടുന്നുണ്ട്. അതിൽ പതറാതെ, ഒട്ടും ഭയം കൂടാതെ പ്രത്യാക്രമണം നടത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഗസയിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും ഇന്നുമൊക്കെയായി വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഗസയിലെ IDF-ന്റെ ഒരു കമാൻഡറെ ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് പരലോകത്തേക്ക് അയച്ചു. ഇന്നലെയാണ് ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ ബോർഡറിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ, ആ പോലീസ് ഓഫീസറെയും ഇവിടെ ആ കമാൻഡറെ പറഞ്ഞയച്ച വഴിക്ക് തന്നെ അൽക്കസാം ബ്രിഗേഡ് പറഞ്ഞയച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെ വലിയ തിരിച്ചടികൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവരെ എല്ലാ നിലക്കും വലിയ ബോംബുകളൊക്കെ വർഷിച്ച് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ അവർക്കുണ്ടാക്കാൻ ഇവിടെ അൽക്കസാം ബ്രിഗേഡിന് കഴിയുന്നത്. ചെറിയ സംഘങ്ങളാണ്, ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും വളരെ ചെറിയ സംഘങ്ങളാണ്. സ്വന്തം രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ സഹോദര രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന വിഭാഗങ്ങളാണ്. ആ വിഭാഗങ്ങൾ ഇവിടെ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നത് വലിയ വാർത്ത തന്നെയാണ്. അപ്പുറത്ത് ഇസ്രായേൽ അവരുടെ ശക്തി കാണിക്കുന്നത് സാധാരണക്കാരെ കൊന്നുകളഞ്ഞുകൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഇറാൻ അമേരിക്ക ആണവ ചർച്ച തന്നെയാണ്. ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും തമ്മിലൊരു ചർച്ച നടന്നു, ഒമാന്റെ മധ്യസ്ഥതയിൽ. എന്തായാലും ഈ ചർച്ച ഏറെക്കുറെ വിജയമാണ് എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വിജയിക്കുമ്പോൾ തീർച്ചയായും നെഞ്ചിടിപ്പ് കൂടുന്നത് ഇസ്രായേലിന് തന്നെയാണ്.
അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നിന്നും 1000 കിലോമീറ്റർ മാറി ഒരു പോർട്ടിൽ വലിയ സ്ഫോടനം നടന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടതിന് പുറകിൽ ഇസ്രായേലാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ഇത് അന്വേഷണം നടന്നു വരികയാണ്. ഇറാൻ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിന് അതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ, ഇല്ലാതിരിക്കട്ടെ, ഉണ്ടായാൽ ഇറാൻ പിന്നെ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന കാര്യം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇറാന്റെ തിരിച്ചടി പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഉണ്ടാകില്ല എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഏതായാലും അമേരിക്കയും ഇറാനും തമ്മിൽ ഏറെക്കുറെ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുക്കാൻ ശ്രമിക്കുന്നു. ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക തയ്യാറാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. അത് വിജയത്തിലേക്ക് അടുക്കുമ്പോൾ ഇസ്രായേലിന് വല്ലാതെ അവർക്ക് മാനസികമായിട്ടുള്ള പ്രയാസമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയത്തിന്റെ ഭാഗമായി മറ്റു ചില ഭാഗങ്ങളിൽ അവർ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ഇവിടെ കണ്ടതാണ് കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണം നടത്തിയത് ഹമാസ് ആണ് എന്ന് പറഞ്ഞു വീണ്ടും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്തായാലും ഇതൊക്കെ പരാജയം മുന്നിൽ കണ്ടതിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഭിന്നിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സമീപ ദിവസങ്ങളിൽ കണ്ടതിനേക്കാളൊക്കെ, അല്ലെങ്കിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ട വാർത്തയിൽ നിന്നൊക്കെ മാറി വളരെ ശക്തമായ രൂക്ഷമായ ഒരു യുദ്ധം ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും യമനിലെ ഹൂത്തികളുമായി അതിപ്പോൾ നടക്കുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനകം അമേരിക്കയുടെ 3ഓളം MQ-9 റീപ്പറിനെ കൂടെ ഹൂത്തികൾ വെടിവെച്ചിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടം ഭീമമാണ്. അമേരിക്ക ഹൂത്തികളുടെ കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞ് സാധാരണക്കാരെ കൊന്നു തള്ളുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. 10-30 ആളുകൾ ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന രീതിയിൽ ഹൂത്തികൾ ശക്തമായ ആക്രമണം അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും എരിപൊരി കൊള്ളിക്കുന്ന വിധത്തിലുള്ള വളരെ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.